ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 1-ാം തീയതി. ഇന്ന് നമ്മൾ ജപമാല മാസം തുടങ്ങുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് മാലാഖമാരുടെ വണക്കമാസവും തുടങ്ങണം. ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ ഇടുന്നത്. ഇത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയാണ് കേട്ടോ. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ യൂണിറ്റുകളിൽ മാതാവ് എത്തിക്കഴിഞ്ഞു. ഓരോ യൂണിറ്റുകളിലേക്കും മാതാവിന് ഈ കുർബാനയ്ക്ക് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നയക്കുന്നു. ഇനി ഒരു മാസം യൂണിറ്റുകളിൽ വീട് വീടാന്തരം പരിശുദ്ധ അമ്മ കയറിയിറങ്ങി ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങുകയാണ് നമ്മൾ അമ്മയുടെ മുമ്പിൽ. സാത്താനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ ജപമാല മാസം. ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് തുർക്കികളോട് പോരാടാൻ ക്രിസ്ത്യാനികൾ ചെറുതാണെങ്കിലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുന്നു. അതാണ് ഒക്ടോബർ മാസം ജപമാല മാസമാകുന്ന അതിൻ്റെ ചരിത്രം. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മാസം നമുക്ക് ശരിക്കും യുദ്ധത്തിനൊരുങ്ങാം. അന്ത്യകാല നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും ജപമാല ചൊല്ലി കാഴ്ചവെക്കാം. ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷത്തിനായിട്ട് ഒരുങ്ങാം. മറ്റൊരു കാര്യം, ഒക്ടോബർ 2 കാവൽ മാലാഖമാരുടെ തിരുനാളാണല്ലോ. കാവൽ മാലാഖമാരുടെ തിരുനാളിൽ നമുക്ക് ഒരു വലിയ ദണ്ഡവിമോചനമുണ്ട് കേട്ടോ. ആ ദണ്ഡവിമോചനം ഇങ്ങനെയാണ് പ്രാപിച്ചെടുക്കുക: എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ മാലാഖെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ സ്വർഗീയ ഭക്തിയാൽ പ്രകാശിപ്പിച്ച് കാത്തു സൂക്ഷിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ. ആമേൻ. ഈ സുഹൃതജപം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അനേകം ദണ്ഡവിമോചനങ്ങൾ മാർപ്പാപ്പന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. ഈ ജപം ഹൃദയ മനസ്താപത്തോടും ഭക്തിയോടും കൂടെ ചൊല്ലുമ്പോഴൊക്കെയും 100 ദിവസത്തെ ദണ്ഡവിമോചനവും, ഒരു വർഷം മുഴുവൻ കാലത്തും വൈകിട്ടും ഈ ജപം ചൊല്ലുകയും കാവൽ മാലാഖമാരുടെ തിരുനാളായ ഒക്ടോബർ 2-ാം തീയതി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് ഏതെങ്കിലും പള്ളിയോ പൊതു കപ്പേളയോ സന്ദർശിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിനുള്ള പ്രാർത്ഥന ചൊല്ലുകയും ചെയ്താൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. 6-ാം പിയൂസ് മാർപ്പാപ്പയാണിത് തിരുവഴുത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ദണ്ഡവിമോചനങ്ങളെ എല്ലായ്പ്പോഴത്തേക്കും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ ഈ ജപം എത്തിക്കുന്നവർക്ക് മരണനേരത്തൊരു പൂർണ്ണ ദണ്ഡവിമോചനം ഉണ്ട്. പിന്നീട് 7-ാം പിയൂസ് മാർപ്പാപ്പ ഈ ദണ്ഡവിമോചന തിരുസംഘം വഴിയായി 1821 മെയ് 15-ാം തീയതി പ്രസിദ്ധിപ്പെടുത്തിയ ഊർബീസ എത്ത് ഓർബീസ് എന്ന തിരുവെഴുത്തിൽ പ്രസ്തുത ഈ ദണ്ഡവിമോചനങ്ങളൊക്കെയും ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സുഹൃതജപം മാസം മുഴുവനും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെല്ലുകയും ഏതെങ്കിലും ഒരു ദിവസം കുമ്പസരിച്ച് ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുകയും ഏതെങ്കിലും ദേവാലയത്തിൽ ചെന്ന് കുമ്പിട്ട് മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം അപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കാവൽ മാലാഖമാരുടെ തിരുനാളിൽ നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ചെടുക്കാം. അതുപോലെ ഓരോ ദിവസവും ഇത് ചൊല്ലാം. ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാനും പറ്റും എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ദിവസം തോറുമുള്ള സുഹൃതജപത്തിന് പകരം വണക്കമാസത്തിൽ ആ സുഹൃതജപത്തിന് പകരം എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ മാലാഖെ എന്ന ജപവും, സൽക്രിയയ്ക്ക് പകരം മാലാഖമാരുടെ ജപമാലയും എത്തിച്ചാലും ഈ ദണ്ഡവിമോചനം കിട്ടും. പ്രിയ കൂട്ടുകാരെ, നമുക്കിത് ശ്രദ്ധിക്കാം. പരിശുദ്ധ അമ്മ നിങ്ങളുടെ എല്ലാ യൂണിറ്റുകളിൽ എത്തിയിട്ടുണ്ടാകും. ജപമാല തുടങ്ങാം. നമുക്ക് ധ്യാനിച്ച് എളിമയോടെ പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല നമുക്ക് തുടങ്ങാം. സാത്താൻ വിരളി പിടിച്ച് ഓടട്ടെ. മാലാഖമാർ നമുക്ക് അകമ്പടിയായിട്ട് വരട്ടെ. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനും നമുക്കൊരുങ്ങാം. ഞങ്ങളുടെ മാതാവ് എല്ലാ യൂണിറ്റുകളിലേക്കും വരികയാണ്. ഞങ്ങളുടെ യൂണിറ്റിലെല്ലാം ഇപ്പോൾ പരിശുദ്ധ അമ്മ എത്തിക്കഴിഞ്ഞു. ഇനി സമയപ്രകാരം ഞങ്ങൾ ജപമാല തുടങ്ങും. എല്ലാ ദേവാലയങ്ങളിലും ഇത് തുടങ്ങിയിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഈ അവസാന നിമിഷങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ ഹിതം നിർവഹിക്കാനും
ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ആമീൻ. മാലാഖമാരുടെ വണക്കമാസം 1-ാം തീയതി മുതൽ ഇന്ന് തുടങ്ങണം. മാലാഖമാരെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്ന് ഈ 1-ാം ദിവസത്തെ ദൃഷ്ടാന്തത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. കന്യകയായ വിശുദ്ധ കിക്കിലിയ മാലാഖയുടെ ഇടപെടൽ വിശേഷവിധിയായിട്ട് അനുഭവിച്ചറിയാൻ ഇടയായിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ യുവതിയുടെ സമ്മതം കൂടാതെ വലേരിയാനോസ് എന്നു പേരായ ഒരു കുലശ്രേഷ്ഠതയുള്ള യുവാവിനോട് വിവാഹം കഴിക്കപ്പെട്ടു. അന്ന് രാത്രി അവളുടെ മുറിയിൽ തനിച്ച് ദുഃഖിതയായിരിക്കുമ്പോൾ മാലാഖയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, എൻ്റെ കാവൽ മാലാഖ, എൻ്റെ ദിവ്യമണവാളനായ ഈശോയ്ക്ക് എന്നെ തന്നെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കയാൽ തന്നോടുള്ള എൻ്റെ വിശ്വസ്തയെ കാത്തുകൊള്ളുന്നതിന് നീ എന്നെ കാത്തു സൂക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം കിക്കിലിയ ധൈര്യപ്പെട്ട് തൻ്റെ മണവാനോട് പറഞ്ഞു, വലേരിയനോസേ, നീ എന്നോട് ഒന്നും ചെയ്യരുത്. എന്നെ ആദരിക്കാനായിട്ട് എൻ്റെ കാവൽ മാലാഖ എൻ്റെ അടുക്കൽ ഹാജരായി നിൽപ്പുണ്ട്. നീ എന്തെങ്കിലും എന്നോട് ചെയ്യാൻ തുനിഞ്ഞാൽ നിനക്ക് നാശം വന്നുകൂടും. അപ്പോൾ വലേരിയനോസ് ഭയപ്പെട്ടു. എങ്കിലും മാലാഖയെ കാണാനുള്ള കൗതുകം കൊണ്ട് പറഞ്ഞു, ഞാനും അദ്ദേഹത്തെ കാണട്ടെ, എന്നാൽ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാമെന്ന്. അങ്ങനെ കിക്കിലിയ, നീ ഒരു ക്രിസ്ത്യാനിയായാൽ നിനക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ വലേരിയനോസ് ക്രിസ്ത്യാനിയാവുകയാണ്. വേദകാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വിശുദ്ധ ഉർബോനോസ് മാർപ്പാപ്പയെ കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തി. അങ്ങനെ അവൻ ജ്ഞാനസ്നാനം കൈക്കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ കിക്കിലിയ നമസ്കരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ അടുക്കൽ മഹാസൗന്ദര്യവും പ്രകാശവുമുള്ളൊരു ബാലൻ നിന്നിരിക്കുന്നത് കണ്ട് വിസ്മയപരവശനായി. അനന്തരം ആ ദേവദൂതൻ തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന റോസാപ്പൂ കൊണ്ടും ലില്ലി പുഷ്പം കൊണ്ടും തീർത്ത 2 വിശേഷ മുടികളിൽ ഒന്ന് വലേരിയനോസിൻ്റെയും മറ്റേത് കിക്കിലിയായുടെയും തലയിൽ വെച്ചപ്പോൾ ആ യുവാവിന് ആശ്ചര്യവും സന്തോഷവും എത്രയാണുണ്ടായതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനുശേഷം മാലാഖ അവരോട് പറഞ്ഞു, ഈ കുസുമ മകുടങ്ങൾ പറുദീസായിൽ ഒട്ടും വാടാതെ നിൽക്കുന്ന പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളവയാണ്. ഇവ എല്ലായ്പ്പോഴും നല്ല പുഷ്പങ്ങളായി വാടാതെ നിൽക്കണം. എപ്പോഴും ഇത് സുഗന്ധം വീശിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവയെ കാണുന്നതിന് നിങ്ങളെപ്പോലെ കന്യാവ്രതം സ്നേഹിക്കുന്നവർക്കല്ലാതെ മറ്റാർക്ക് സാധിക്കുകയില്ല. ഈ മുടികൾ നിങ്ങൾ വാങ്ങിച്ചുകൊള്ളുവിൻ. ഇവ നിങ്ങൾക്ക് മോക്ഷത്തിൽ കിട്ടുവാനിരിക്കുന്ന മഹത്വ കിരീടങ്ങൾക്കുള്ള ഒരു ഉറപ്പും അച്ചാരവുമാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം കിക്കിലിയായും വലേരിയനോസും കാലതാമസ്യമെന്നെ വേദത്തെ പ്രതി പാടുപെട്ട് മരിച്ച് മോക്ഷമുടി പ്രാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് കാവലായി നിൽക്കുന്ന മാലാഖമാരോട് നമുക്ക് അപേക്ഷ വയ്ക്കാം, അവരുടെ അഭയം പ്രാപിക്കാം. അങ്ങനെ അപേക്ഷിക്കുമ്പോൾ അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ഇന്നത്തെ ജപം ചൊല്ലാം. എൻ്റെ സർവേശ്വര കർത്താവേ, ഏറ്റവും നിർഭാഗ്യപ്പെട്ട പുഴുവായ അടിയന് കാവൽക്കാരനായിട്ടൊരു മാലാഖയെ കൽപ്പിച്ച് തന്നിരുന്നതിനെ കൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ എത്രയോ വലിയ ഉപകാര സ്മരണയും സ്തുതിയും ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങന്ന് ഇപ്രകാരം തിരുവുള്ളമായത് എനിക്ക് എത്രയോ രക്ഷാകരവും പ്രയോജനകരവുമായ കാര്യമാണ്. കർത്താവെ, നീ എനിക്ക് ചെയ്ത മനോഗുണങ്ങളൊക്കെയും കുറിച്ച് ഞാൻ അങ്ങേക്ക് എപ്രകാരമുള്ള പ്രതിനിധി കാണിക്കണം. എൻ്റെ പരിശുദ്ധ മാലാഖയെ എൻ്റെ ജപം സുഗന്ധപരിമളം പോലെ ആകാശസന്നിധിയിൽ ചെന്ന് എത്തുമാറാകട്ടെ. എൻ്റെ ചുണ്ടുകളെ, എൻ്റെ ഹൃദയപക്ഷങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ഇത്ര അപൂർവമായ ദൈവ മനോഗുണത്തെക്കുറിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നതിന് നീ എന്നോടുകൂടെ ചേർന്ന് എൻ്റെ കൂട്ടുകാരനും കാവൽക്കാരനും എന്നുള്ള നിൻ്റെ ഉദ്യോഗത്തെ നിറവേറ്റിയരുളണമേ. എൻ്റെ കാവൽക്കാരനായിരിക്കുന്ന ദൈവദൂത, നിൻ്റെ ബഹുമാനത്തിനും നീ എനിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പ്രതിനിധിയായും നിനക്ക് ഞാൻ സമർപ്പിക്കുന്ന ഈ വണക്കത്തെ ദയാപൂർവം സ്വീകരിച്ച് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നെ പ്രകാശിപ്പിച്ച് കാത്തു പരിപാലിക്കുകയും ഭരിച്ചു നടത്തുകയും എൻ്റെ മരണസമയത്ത് ദുഷ്ടശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ആദരിച്ച് രക്ഷിക്കുകയും പരലോകത്തിൽ നിന്നോടുകൂടെ സദാ ദൈവത്തെ സ്നേഹിച്ച് സ്തുതിച്ചു കൊണ്ടാടുന്നതിനും എനിക്ക് ഇടകൂട്ടുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. ഇന്നത്തെ സുഹൃജപം. എൻ്റെ കാവൽക്കാരനായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയെ എന്നെ നീ പ്രകാശിപ്പിച്ച് പരിപാലിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ.
ഇന്നത്തെ സൽക്രിയ, ഇന്ന് തൊട്ട് നിന്റെ കാവൽ മാലാഖയുടെ നേരെയുള്ള ഭക്തിക്ക് നിന്നെ പ്രതിഷ്ഠിക്കുകയും എല്ലായ്പ്പോഴും തന്നെ ഓർത്ത് നടപ്പാൻ സ്ഥിരമുള്ള പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തുകൊള്ളുക.